പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മാളവിക ആൻജുലറിയിൽ കയറി പറ്റുകയാണ്. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് പുതിയ ഡിസൈനൊക്കെ വരച്ച് കാണിക്കുകയാണ്. പക്ഷേ അത് വരയ്ക്കുന്നത് മാളവികയല്ല, നയനയായിരുന്നു. നയന ഇതുവരെ വരച്ച ഡിസൈനേക്കാളും വെല്ലുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു നയന പുതിയതായിട്ട് വരച്ചുകൊണ്ടിരുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, നയനയുടെ ഡിസൈനേക്കാളും ഉഗ്രനായിട്ടുള്ള ഡിസൈന് അവർക്ക് ഇറക്കാനുള്ള ആ ഒരു അനുവാദം അവരുടെ അടുത്ത് നിന്ന് കിട്ടാനും അവർ നമ്മുടെ മ്യൂർത്തീസ് ജ്വല്ലറുമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം വരുത്താനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ നയന വരച്ച ഡിസൈൻസ് മാളവികയ്ക്ക് അയച്ചു കൊടുക്കുകയും മാളവിക അത് ഡേവിഡിനെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡേവിഡിന് അത് ഇഷ്ടപ്പെടുകയാണ്. അതിമനോഹരമായിട്ടുണ്ടല്ലോ ഇത്. ആ മൂർത്തീസ് ജ്വല്ലറിയിലെ വലിയ ഡിസൈനറായിട്ടുള്ള നയന എന്ന് പറയുന്നവൾ വരയ്ക്കുന്നതിനേക്കാളും അത്യുഗ്രമായിട്ടുണ്ടല്ലോ. ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഡിസൈനിൽ മാല ഇറങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വൻ നേട്ടം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മാളവിക ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ സർ ഞാൻ ഇന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്യുകയാണോ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്തിമ തീരുമാനം എൻ്റേതല്ല, എനിക്ക് മുകളിൽ ഒരു സാറുണ്ട്, ആ സാറാണ് അതൊരു തീരുമാനം എടുക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുത്തിട്ട് അഭിപ്രായം പറയാം, നീയും എൻ്റെ കൂടെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാളവികയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഡേവിഡ് പോകുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നയനയും ആദർശിനെയും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഒരു സംശയം തോന്നരുത്, അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ. ഞങ്ങൾക്കും സംശയമുണ്ടായിരുന്നു ആ ഡേവിഡിന് മുകളിൽ ഒരാളുണ്ട് എന്നുള്ളത്. കാരണം പ്രധാന ശത്രുവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നീ ഏതായാലും അവിടെ വളരെയധികം ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ എന്നൊക്കെ നയന അങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, മാഡത്തിനും സാറിനും എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ ഇവിടെ നിന്ന് നേടിത്തരും എന്നൊക്കെ മാളവിക പറയുകയാണ്. അങ്ങനെ ഡേവിഡിൻ്റെ കൂടെ മാളവിക പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് പുതിയ ഭാവത്തിലും ഒക്കെയുള്ള ഒരാളെയാണ് അവിടെ കാണാനിടയാകുന്നത്. ആ ഒരു സമയത്ത് അവന്തികയും കൂടെ ഉണ്ടായിരുന്നു. അവർ മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ചും ഇപ്പോഴുണ്ടായ തകർച്ചയെക്കുറിച്ചും ഇനി ആ തകർച്ചയിൽ നിന്ന് ഒരിക്കലും അവർക്ക് നീവരാൻ പറ്റില്ല എന്നും അതിന് കാലങ്ങൾ എടുക്കേണ്ടി വരും, അങ്ങനെ ശ്രമിച്ചാലും അത് നടക്കത്തില്ല, പിന്നെ പ്രധാന ആൾ ആദർശല്ലേ, അവൻ ആ ഒരു അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്തായ സ്ഥിതിക്ക് ഇനി അതിനൊക്കെ ചാൻസ് കുറവാണ്. അതിനെക്കൊണ്ട് ഇനി ജയം നമ്മുടേത് മാത്രമാണ്. അവർ താഴ്ചയിലേക്ക് പോയിട്ട് ആ മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാവുന്നതും കൂടെ എനിക്ക് കാണണം എന്നൊക്കെ പറയുന്ന സമയത്താണ് മാളവികയും അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, ഓ ഇപ്പോഴും അനന്തപുരിക്കാരെ തകർക്കുന്നത് വിട്ടില്ലല്ലേ, ഇനിയും തരിപ്പണമാക്കാനാണല്ലേ തീരുമാനം. പക്ഷേ ഞാൻ അതിനെ അനുവദിക്കില്ല. കാരണം എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തത് ആദർശേട്ടനാണ്. അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും അനന്തപുരിക്കാർക്കും വേണ്ടിയിട്ടും എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ. ആരുമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് തനിയായി നിന്നത് ഇവരൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാളവിക അവർ സംസാരിക്കുന്ന ഒരു ഫോട്ടോ പതുക്കെ അവരറിയാത്ത രീതിയിൽ എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഡേവിഡ് നമ്മുടെ മാളവിക കാണിച്ചു കൊടുത്ത ഒരു ഡിസൈൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവന്തികയ്ക്കും ഒക്കെ അത് ഇഷ്ടപ്പെടുകയും, എന്നിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഡിസൈനിലുള്ള ഒരു ജ്വല്ലറിയും കണ്ടിട്ടില്ല, ആ നയന വരച്ച ഡിസൈനിൻ്റെ ഒക്കെ ഏകദേശം ചെറിയ ചായയൊക്കെ ഉണ്ടെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. എന്തായാലും ഇത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി ഒന്നും കൂടെ മുൻപന്തിയിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കളക്ഷന് കുറച്ചുകൂടി ഡിമാൻഡ് കൂടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഫിക്സ് ആക്കാം, ഈ ഡിസൈനറെ നമുക്ക് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയും നാഗേന്ദ്രനും ചേർന്നിട്ട് അവളെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് സാറിൻ്റെ പേരെന്താ എന്നുള്ളതൊക്കെ നമ്മുടെ മാളവിക മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു തെളിവ് കിട്ടിയ ആശ്വാസത്തിലും ശത്രുക്കളെ പ്രധാന ശത്രുവിൻ്റെ അടുത്തെത്തി എന്നുള്ള ആ ഒരു ഇത് മനസ്സിലായത് കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി മാളവിക അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ പിന്നീട് നയനയെയും ആദർശിനെയും വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയും നമ്മുടെ മാളവിക എടുത്ത ഫോട്ടോ ആദർശിന് അയച്ചു കൊടുക്കുകയുമാണ്. പക്ഷെ ഫോട്ടോ കണ്ട ഉടനെ തന്നെ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഇത് ഇയാളല്ലേ, നമ്മുടെ ജലജാൻറ്റിയുടെ ഭർത്താവല്ലേ, അവന്തികയുടെ അച്ഛനല്ലേ, കൂടെ അവന്തികയും ഉണ്ടല്ലോ, അത് ശരി, അപ്പോൾ ഇവർ തമ്മിലാണ്, ഇവർ ചേർന്നിട്ടാണല്ലേ നമ്മളെ ഇല്ലാതാക്കിയത്, അവന്തിക കൂടെ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ചതിക്കുകയായിരുന്നല്ലേ, ദ്രോഹിയാണവൾ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചൂടായിക്കൊണ്ട് നയനയോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയനയും പറയുന്നുണ്ട്, അവന്തിക ഏതായാലും നമുക്കൊക്കെ പിടി തരാത്ത രീതിയിൽ അഭിനയിക്കുകയായിരുന്നു, കൊള്ളാലെ, എന്തായാലും ഈശ്വരനായിട്ടാണ് നമുക്ക് മാളവികയെ അങ്ങോട്ട് അയക്കാനും ഇത് കണ്ടെത്താനുള്ള ആ ഒരു ഇതും തുറന്ന് തന്നത്. അതുകൊണ്ട് തന്നെ ഇനി ശത്രുക്കളെ വെച്ച് നിൽക്കാൻ പാടില്ല,
നമുക്ക് അവരുടെ മർമ്മത്ത് തന്നെ നോക്കിയിട്ട് ഒരു തിരിച്ചടി കൊടുക്കണം. ഏതായാലും മാളവിക അവിടെ തന്നെ ഒന്ന് തുടരട്ടെ. ഇനിയും കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞ ഭാവത്തിലൊന്നും ഇപ്പോൾ തൽക്കാലം നിൽക്കുകയോ മാളവിക നമ്മുടെ ആളാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുകയും ചെയ്യരുത്. നമുക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കാം. എനിക്ക് ഉറപ്പുണ്ട് പഴയ രീതിയിനേക്കാളും ഉയർന്ന ഒരു മുൻപന്തിയിൽ നമ്മൾ എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ നയനയും ആദർശവും തമ്മിൽ സംസാരിക്കുകയാണ്.